സെക്കുലർ സാറ്റർഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ശനിയാഴ്ച നമ്മൾ ചർച്ച ചെയ്യുന്നത് മൗദൂദിസ്റ്റുകൾ കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വിശിഷ്യ CPM-എതിരായി ആരംഭിച്ചിരിക്കുന്ന മക്കാർത്തിയൻ പ്രചാരണ വേലയെ സംബന്ധിച്ചാണ്. മീഡിയ വൺ ഉൾപ്പെടെയുള്ള ചാനലുകൾ നിരന്തരമായി തുടർച്ചയായി ഇടതുപക്ഷത്തെ കോർണർ ചെയ്ത് ടാർഗറ്റ് ചെയ്ത് ഇടതുപക്ഷം ഒരു മുസ്ലിം വിരുദ്ധ പ്രസ്ഥാനമാണെന്നും അത് ഹിന്ദുത്വ രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള അത്യന്തം നീചമായ നിഷ്ഠൂരമായ ഒരു പ്രൊപ്പഗൻഡ മൗദൂദിസ്റ്റുകൾ നടത്തുകയാണ്. അത്തരമൊരു ക്യാമ്പയിന് പിറകിൽ ഇന്ത്യയിലെ മതനിരപേക്ഷ ശക്തികൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും സിഖുകാരും ബുദ്ധമതക്കാരും യഹൂദരും എല്ലാ മതങ്ങളിലും പെട്ട ആളുകൾ ഒന്നിച്ചു ചേരുന്ന ഒരു പൊതു ഇടമാണ് CPM ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ ഇടതുപക്ഷ പാർട്ടികൾ എന്ന് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വ്യത്യസ്ത മതങ്ങളിലും ജാതികളിലും വംശങ്ങളിലും ഒക്കെ പെട്ട പണിയെടുക്കുന്നവരെ ആകെ ഒന്നിച്ചു നിർത്തുന്നതാണ്. അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ച് വളരെ അപകടകരമായ രീതിയിൽ ഇത് ഒരു ഹിന്ദു പാർട്ടിയാണ്, പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മോഡിയോ അമിത്ഷയോ ആണ് എന്ന രീതിയിൽ പ്രചാരണം നടത്തുകയാണ്. രാജ്യത്തിൻ്റെ ചരിത്രം, സമകാലീന അവസ്ഥ അതൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള എല്ലാ ആളുകൾക്കും അറിയാം. രാജ്യമെത്തപ്പെട്ട കോർപ്പറേറ്റ് വർഗീയ ഹിന്ദുത്വ അജണ്ടക്കെതിരായിട്ട് രാഷ്ട്രീയ രംഗത്തും അതിൻ്റെ സാമ്പത്തിക നയങ്ങളുടെ രംഗത്തും അത് ജനമനസ്സുകളിലേക്ക് എത്തിക്കുന്ന അപരമത വിരോധത്തിൻ്റെതായ വിദ്വേഷത്തിൻ്റെതായ പ്രത്യയശാസ്ത്രത്തിനെതിരായിട്ടും കൃത്യമായ വ്യക്തമായ നിലപാടുകൾ സ്വീകരിച്ച് പോരാടിക്കൊണ്ടിരിക്കുന്ന RSS ഇന്ത്യൻ ഫാസത്തിൻ്റെ കാലാൾപ്പടയാണെന്ന് കണ്ടുകൊണ്ട് അതിനെ ആശയരംഗത്തെന്ന പോലെ സാമൂഹ്യ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും ഭൗതികമായി തന്നെ പ്രതിരോധിക്കുന്ന പ്രസ്ഥാനമാണ് ഇന്ത്യയിലെ ഇടതുപക്ഷം, CPM ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളൊരു പാർട്ടിയെ ഇത് ഒരു ഹിന്ദുത്വ പാർട്ടിയാണെന്ന് വരുത്തി തീർക്കുക, CPM-നെ നയിക്കുന്നത് ഭരിക്കുന്നത് ഇസ്ലാമോഫോബിയയാണ്. സാർവദേശീയ തലത്തിൽ ഇസ്ലാമോഫോബിയ ന്യൂനപക്ഷങ്ങളെ, മുസ്ലിം മതവിഭാഗത്തെ ടാർഗറ്റ് ചെയ്യുന്നത് പോലെ ഇവിടെ ഈ കേരളത്തിൽ ഇടതുപക്ഷം മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്യുകയാണ് എന്ന ഒരു വ്യാജ നറേഷൻ ഉണ്ടാക്കാനുള്ള വളരെ കുറ്റകരമായ അപരാധപൂർണമായ ഒരു നീക്കം, ഒരു കൊട്ടേഷൻ പോലെ ഏറ്റെടുത്തിരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി പ്രചാരകന്മാർ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഓരോ വിഷയവും, ഏറ്റവും ഒടുവിൽ പാലത്തായി ഉൾപ്പെടെയുള്ള എല്ലാ വിഷയങ്ങളും അവർ മുസ്ലിങ്ങൾക്കെതിരാണ്, ഇസ്ലാമോഫോബിയാണ് CPM-നെ ഭരിക്കുന്നത്, നയിക്കുന്നത് എന്ന് വരുത്തി തീർക്കുന്ന തരത്തിൽ ഓരോ സംഭവത്തെയും ഓരോ പ്രശ്നത്തെയും സത്താരഹിതമായി വളരെ കുറ്റകരമായ രീതിയിൽ അപനിർമ്മിക്കുകയാണ്. ഈ കുറ്റകരമായ സത്താരഹിതമായ അവരുടെ അപനിർമ്മാണങ്ങൾ മീഡിയ വണ്ണിൻ്റെ ഈ ഔട്ട് ഓഫ് ഫോക്കസ് പോലുള്ള പരിപാടികളുടെ ഇടപെടലുകൾ അത് കൃത്യമായ എന്താണ്, ഒരു ഹിന്ദുത്വ അജണ്ടയിൽ നിന്നുള്ളതാണ്. ഇന്ത്യയിലെ ഹിന്ദുത്വവാദികൾ ചിന്തിക്കുന്നത് മതനിരപേക്ഷത എന്നത് മതത്തിനതീതമായി ജനങ്ങൾ ആകെ ഒന്നിച്ചു നിൽക്കുക എന്ന് പറയുന്നത് അഭാരതീയമായ ആശയമാണെന്നാണ്. ഇന്ത്യക്കാർ ഹിന്ദുക്കളാണ്, ഭാരതീയർ ഹിന്ദുക്കളാണ്. അതാണ് RSS-ൻ്റെ BJP-യുടെ സമീപനം. അതുകൊണ്ട് അവർ മതനിരപേക്ഷതയെ, സെക്കുലറിസത്തെ അഭാരതീയമായ ഒരു സങ്കല്പമായി, ഒരു ഐഡിയോളജി ആയിട്ടാണ് വിമർശിച്ചിട്ടുള്ളത്. ഇതിന് സമാനമായ നിലപാടാണ് ജമാഅത്തെ ഇസ്ലാമിക്കുള്ളത്. മതത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് വേർതിരിക്കുന്ന, മതവും രാഷ്ട്രീയവും തമ്മിലുള്ള വേർപിരിയലിൻ്റെ, വ്യത്യാസത്തിൻ്റെ വ്യവഹാരങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്തവരാണവർ. മതം തന്നെയാണ് രാഷ്ട്രീയം, രാഷ്ട്രീയം തന്നെയാണ് മതം എന്നതാണ് അവരുടെ നിലപാട്. ഈ നിലപാടാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിനുള്ളത്. ഇത് പഴയ ക്രൈസ്തവ സഭയുടെ, യൂറോപ്യൻ സഭയുടെ നിലപാടാണ്. അക്രൈസ്തവമാണ് സെക്കുലറിസം എന്ന നിലപാടാണ് യൂറോപ്യൻ സഭ എടുത്തത്. ക്രിസ്ത്യൻ വിരുദ്ധമാണ്, ക്രിസ്ത്യാനികൾക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാണ് സെക്കുലറിസം എന്ന നിലപാടാണ് സ്വീകരിച്ചത്. പിൽക്കാല സഭക്കത് തിരുത്തേണ്ടി വന്നിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള വ്യത്യസ്ത വിശ്വാസധാരകളിൽപ്പെട്ട ഇസ്ലാമിക സമൂഹം ആകെ സെക്കുലറിസത്തെ അംഗീകരിക്കുന്നവരാണ്.
വ്യത്യസ്ത വിശ്വാസങ്ങളും മതാചാരങ്ങളുമുള്ള ജനസമൂഹങ്ങൾക്ക് ഒരു രാഷ്ട്രമായി, ഒരു സമൂഹമായി ഒന്നിച്ച് ഇടപഴകി ഇടകലർന്ന് ജീവിക്കാൻ കഴിയണം. മിംഗ്ലിംഗ് എന്നത് ഒരു മുസ്ലിം സമുദായ വിഭാഗവും നിഷേധിക്കുന്നതല്ല. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി എല്ലാ തരത്തിലുമുള്ള കൂടിച്ചേരലുകളെ, എല്ലാ അർത്ഥത്തിലുമുള്ള മിശ്രണങ്ങളെ എതിർക്കുകയും അവർ RSSനെ പോലെ തന്നെ മറ്റു വംശീയവാദികളെപ്പോലെ തന്നെ തീവ്രമായ വംശീയ വിഭജനത്തിൻ്റെ പ്രത്യയശാസ്ത്രം, ഇസ്ലാമിൽ വിശ്വസിക്കുമ്പോഴും അഹമ്മദിയർ വംശീയമായി മുസ്ലിങ്ങളല്ല എന്ന് കണ്ടുകൊണ്ട് മുസ്ലിമിനെ ഒരു വംശീയ പ്രത്യയശാസ്ത്രമാക്കി അഹമ്മദിയക്കാരെ മുഴുവൻ തന്നെ അപരരാക്കി കൂട്ടക്കൊല ചെയ്ത ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രയോക്താവാണ് മിസ്റ്റർ മൗദൂദി. ആ മൗദൂദിയുടെ അനുകൂലികളാണ് കേരളത്തിൽ ഈ രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നത്. ഈ പ്രചരണങ്ങളുടെ ഒരു അന്തസത്തയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കേരളീയ അനുഭവങ്ങളുമായി കടന്നു ചെല്ലാൻ നമുക്കിപ്പോൾ കഴിയണം. ഒന്ന്, അസൽ മെന്നയുടെയും സെയ്ദ് കുത്തപ്പിൻ്റെയും ഒക്കെ ബാനറുകൾ ഉയർത്തി, ഫോട്ടോകൾ ഉയർത്തിക്കൊണ്ട് അവർ കലിക്കറ്റ് എയർപോർട്ടിലേക്ക് ഒരു മാർച്ച് നടത്തി. എന്തായിരുന്നു മാർച്ചിൻ്റെ വിഷയം? വഖഫ് നിയമ ഭേദഗതിയാണ്. വഖഫ് നിയമ ഭേദഗതി മുസ്ലിം സമൂഹത്തെ ബാധിക്കുന്നൊരു പ്രശ്നമാണെങ്കിലും ഇന്ത്യൻ മതനിരപേക്ഷ രാഷ്ട്രീയത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇന്ത്യയിൽ എല്ലാ മതങ്ങൾക്കും അവരുടെ വിശ്വാസമനുസരിച്ച് അവരുടെ സ്ഥാപനങ്ങളും സ്വത്തുക്കളുമൊക്കെ സംരക്ഷിക്കാനുള്ള അവകാശമുണ്ട്. വഖഫ് നിയമ ഭേദഗതിക്കെതിരായിട്ട് അവർ സ്വീകരിച്ച സമീപനം അത് അങ്ങേയറ്റ അപകടകരമായ ഒന്നായിരുന്നു. ആ അപകടകരമായ അവരുടെ നിലപാടുകൾ, ആ നിലപാടുകൾ എന്താണ്? അവർ ആഗോളതലത്തിൽ രാഷ്ട്രീയ ഇസ്ലാമിസത്തിൻ്റെ ആചാര്യന്മാരായ ഹസനുൽ ബന്ന, സെയ്ദ് കുത്തപ്പ് ഇവരുടെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് കരിപ്പൂർ എയർപോർട്ടിൽ മാർച്ച് നടത്തിയത്. വഖഫ് നിയമ ഭേദഗതി നിയമം BJP സർക്കാരിൻ്റെ ന്യൂനപക്ഷ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമായ ഫാസിസ്റ്റ് നടപടികളുടെ ഭാഗമാണെന്ന്, അതിനെ മതനിരപേക്ഷ ജനാധിപത്യ നിലപാടുകളിൽ നിന്ന് പ്രതിരോധിക്കേണ്ടതുണ്ടെന്ന് രാജ്യത്തെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളുടെയും ഒരു പൊതു സമീപനം അതാണ്. ആ കാര്യത്തിൽ പാർലമെൻറ്റ് എല്ലാവരും ഒന്നിച്ചു നിന്നിട്ടുണ്ട്. ആ നിലയിൽ തന്നെയാണ് പാർലമെൻറ്റിനകത്തും പുറത്തും CPM-ഉം മറ്റു ഇടതുപക്ഷ പാർട്ടികളും, സമാജ് പാർട്ടി, അതുപോലെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടി എല്ലാവരും എന്താണ്, ഈ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു. സംഘപരിവാറിൻ്റെ മുസ്ലിം വിരുദ്ധമായ നിയമനിർമ്മാണങ്ങളെയും അടിച്ചമർത്തലുകളെയും എല്ലാ വിഭാഗം ജനങ്ങളെയും അണിനിരത്തി. അത് മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമല്ല, രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ മതനിരപേക്ഷതയുടെ നമ്മുടെ ആർട്ടിക്കിൾ 14-ൻ്റെ പ്രശ്നമാണ്. ഒരു പ്രത്യേക മതവിഭാഗത്തോട് മാത്രം വിവേചനം കാണിക്കാൻ പാടില്ല. മതനിരപേക്ഷ കാഴ്ചപ്പാടിനെ അട്ടിമറിക്കാനാണ് വഖഫ് നിയമ ഭേദഗതി ഒരു മുസ്ലിം പ്രശ്നമാണ് എന്ന രീതിയിൽ അത് തങ്ങളുടെ മതരാഷ്ട്രവാദ അജണ്ടയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരാനാണ് അങ്ങേയറ്റം വിധ്വംസകമായ ഒരു സന്ദേശമാണ് സെയ്ദ് കുത്തപ്പിൻ്റെയും അതേപോലെ തന്നെ ഹസനുൽ ബന്നയുടെയും ഒക്കെ തന്നെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈജിപ്ഷ്യൻ രാഷ്ട്രീയ ഇസ്ലാമിസത്തിൻ്റെ ആചാര്യന്മാരാണ് അവർ. അവരുടെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന വിദ്യാർത്ഥി സംഘം കലിക്കറ്റ് എയർപോർട്ടിലേക്ക് മാർച്ച് നടത്തിയത്. ഹിന്ദുത്വ സർക്കാരിനെതിരായി മതനിരപേക്ഷ ശക്തികളുടെ വിശാല പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ഇത്തരം പ്രതിഷേധങ്ങൾ ഉയരേണ്ടത്. ഇത്തരം പ്രതിഷേധങ്ങളെ മതാത്മകതയിലേക്ക് ചുരുക്കിയെടുക്കുക എന്നത് RSS ആഗ്രഹിക്കുന്നതാണ്. RSSൻ്റെ ഇംഗിതമനുസരിച്ചുള്ള കളിയാണ് ഇവിടെ കേരളത്തിൽ മൗദൂദികൾ കളിക്കുന്നത്. RSSൻ്റെ ഒരു കൊട്ടേഷൻ പ്രവർത്തനമാണ്. CPM-നെ പോലുള്ള ഒരു പാർട്ടിയെ, അത് ഇസ്ലാമോഫോബിയ പിടിപെട്ട മുസ്ലിം വിരുദ്ധമായ ഒരു ഹിന്ദു പാർട്ടിയാണെന്ന് വരുത്തുന്ന വഴി മതനിരപേക്ഷമായ കേരളത്തിൻ്റെ ദൃഢവും വിശാലവുമായ ഒരു പ്ലാറ്റ്ഫോമിനെ, ഒരു സ്പേസിനെ ഇല്ലാതാക്കാനുള്ള സംഘപരിവാറിൻ്റെ ഗൂഢാലോചനയുടെ കയ്യാളുകളാവുകയാണ് ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ ബുദ്ധിജീവികളും എന്ന കാര്യം, അവരുടെ പ്രചാരകരും എന്ന കാര്യം ഗൗരവമായി നമ്മൾ കാണണം. മോഡി സർക്കാരിനെതിരെ അല്ല, പിണറായി സർക്കാരിനെതിരായിട്ടാണ് അവർ വഖഫ് ബോർഡ് ഭേദഗതി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഇവിടെ വിഷയമാക്കാൻ. അത് വളരെ അപഹാസ്യമായ, അങ്ങേയറ്റം വഞ്ചനാപരമായ ഒന്നാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ കളി. അവിടെ എന്താണ്, കരിപ്പൂർ പോലീസുമായി ഏറ്റുമുട്ടലുണ്ടാക്കി. കേരളത്തിലേത് UP-യിലെ ആദിത്യനാഥ് സർക്കാരിന് സമാനമായ സർക്കാരാണ് എന്നൊക്കെയാണല്ലോ സോഷ്യൽ മീഡിയയിൽ ഈ ജമാഅത്ത് സോളിഡാരിറ്റിക്കാർ തള്ളിവിട്ടത്. ഇങ്ങനെ പ്രചരണം നടത്താനുള്ള ഒരു സെറ്റിട്ട പരിപാടിയാണ് ഇത്തരം ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ ഏർപ്പാടുകൾ. മൗദൂദിസ്റ്റുകളുടെ ഈ അസൽ ബന്ന, സെയ്ദ് കുത്തപ്പിൻ ഇവരെയൊക്കെ മുന്നിൽ നിർത്തി ഈ കരിപ്പൂരിൽ ഇങ്ങനെയൊക്കെ നടത്തുന്നത് കൃത്യമായ രാഷ്ട്രീയ അജണ്ടയോടുകൂടിയാണ്. RSSൻ്റെ ധ്രുവീകരണ അജണ്ടക്ക് ഒരു
സാഹചര്യമൊരുക്കി മണ്ണൊരുക്കി കൊടുക്കുകയാണ്. അങ്ങേയറ്റ അപകടകരമായ മതരാഷ്ട്രവാദികളായ മൗദൂദിസ്റ്റുകളുടെ മതനിരപേക്ഷ രാഷ്ട്രീയത്തെ, ഒരു പൊതു സ്പേസിനെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമാണ് ഇതെല്ലാം. ന്യൂനപക്ഷ സമൂഹം, മുസ്ലിം സമൂഹം ഉൾപ്പെടെ എല്ലാ വിഭാഗം ആളുകളും, മതനിരപേക്ഷ ശക്തികൾ ഒന്നിച്ചിന്ന് പ്രതിരോധിക്കേണ്ട കേന്ദ്ര സർക്കാരിൻ്റെ ഹിന്ദുത്വ അജണ്ടയിൽ നിന്നുള്ള നിയമ ഭേദഗതികളാണ് എന്ന് വഖഫ് ബോർഡ് ഭേദഗതിയെ കാണാൻ എന്തുകൊണ്ടാണ് അവർക്ക് കഴിയാത്തത്? അവരുടെ അജണ്ട മറ്റൊന്നാണ്. ഖേദകരമായ മറ്റൊരു കാര്യം, മൗദൂദിസ്റ്റുകളുടെ ഈ അട്ടിമറി സമരത്തിൽ കേരളത്തിലെ കോൺഗ്രസ്സുകാർ, ഇപ്പോൾ UDF-ന്റെ ഭാഗമാണ് ജമാഅത്ത് ഇസ്ലാമി. ചില UDF നേതാക്കൾ, കോൺഗ്രസ് നേതാക്കൾ ഞങ്ങളവരെ മുന്നണിയിലെടുത്തിട്ടില്ലെന്ന് പറയും. ചിലപ്പോൾ പാണക്കാട് തങ്ങൾ തന്നെ പറയുമെന്ത്, വെൽഫെയർ പാർട്ടി ഞങ്ങളുടെ ഭാഗമാണ്, ഞങ്ങളുടെ മുന്നണിയിലുണ്ടെന്ന്. ചിലപ്പോൾ അദ്ദേഹം പറയും ഞങ്ങളവരെ കൂട്ടിയിട്ടിരുന്നു. ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം മുട്ടുമ്പോൾ അവർ പറയും വെൽഫെയർ പാർട്ടിയാണ് കൂട്ടിയത്, ജമാഅത്ത് ഇസ്ലാമിയല്ല കൂട്ടിയത്. അപ്പോൾ ഇത് വളരെ അപകടകരമായ ഒന്നാണ്. ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ഈ യുവജന വിദ്യാർത്ഥി സംഘടന ഉപയോഗിച്ച് ഇവിടെ ബ്രദർഹുഡ്, മുസ്ലിം ബ്രദർഹുഡിൻ്റെ ആചാര്യന്മാരുടെ ചിത്രമേന്തി മൗദൂദിസ്റ്റുകൾ മാർച്ച് വരെ നടത്തുന്ന സംഭവങ്ങൾ എന്താണ് നമ്മെ ചിന്തിപ്പിക്കുന്നത്? ഹസൻ ബന്നയുടെയും സെയ്ദ് കുത്തപ്പിൻ്റെയും ഇസ്ലാമിനെ, ആ ഇസ്ലാമിനെ ഇവിടുത്തെ മുസ്ലിം ലീഗ് നേതാക്കന്മാർ അംഗീകരിക്കുന്നുണ്ടോ? അതിന് അവർ ഉത്തരം പറയാൻ ബാധ്യസ്ഥമാണ്. എല്ലാ വിഷയങ്ങളെയും മതാത്മകമാക്കാനുള്ള ഫാസിസ്റ്റ് ഐഡിയോളജിയിൽ നിന്ന്, ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും ഒക്കെ ഉച്ചാടനം ചെയ്യേണ്ട ആഭ്യന്തര ശത്രുക്കളായി കാണുന്ന RSSനെതിരായിട്ട് മതനിരപേക്ഷമായ വിശാലമായ പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നതിന് പകരം മതാത്മകമായ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാനുള്ള ജമാഅത്ത് ഇസ്ലാമിയുടെ നിലപാടുകൾക്ക് UDF, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ഇപ്പോൾ സഹായം ചെയ്തു കൊടുക്കുകയാണ്. CPM-നെ ഇസ്ലാമോഫോബിയ പാർട്ടിയായിട്ട്, ഇസ്ലാമോഫോബിക് പാർട്ടിയായിട്ടാണ്, മുസ്ലിം വിരുദ്ധരായിട്ടാണ് ഇവിടെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിലുള്ള അപവാദ പ്രചരണങ്ങളാണ് മൗദൂദിസ്റ്റുകളും അവരോട് ചേർന്ന് ഇപ്പോൾ മുസ്ലിം ലീഗിലെ ചില ആളുകളും കോൺഗ്രസ്സിലെ ചില ആളുകളും ഒക്കെ സ്ഥിരമായി ഇപ്പോൾ പതിവായിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെല്ലായിടത്തും മനുഷ്യരുടെ മതാതീതമായ ഐക്യവും പണിയെടുക്കുന്നവരുടെ വർഗപരമായ ഏകോപനവും ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നവരായതുകൊണ്ടാണ് മതരാഷ്ട്രവാദികളായ RSSകാർക്കും ജമാഅത്തെ ഇസ്ലാമിക്കാർക്കും കമ്മ്യൂണിസ്റ്റുകാർ എതിർക്കപ്പെടേണ്ടവരാകുന്നത്. RSSൻ്റെ അജണ്ടയിൽ നിന്ന് കമ്മ്യൂണിസ്റ്റുകാരെ ഹിന്ദുത്വവാദികളാക്കി മതപരമായ ധ്രുവീകരണത്തിന്, മതനിരപേക്ഷമായ ഒരു പ്ലാറ്റ്ഫോമിനെ ഈ തകർത്ത് മതാത്മകമായ ഒരു ധ്രുവീകരണത്തിന് സൗകര്യം ഉണ്ടായി കൊടുക്കുകയാണ്. ഇതെല്ലാ ഫാസിസ്റ്റ് സംഘങ്ങളും, ലോകത്തെല്ലായിടത്തുമുള്ള ഇത്തരത്തിലുള്ള മതരാഷ്ട്രവാദികൾ എല്ലായിടത്തും കമ്മ്യൂണിസ്റ്റുകാരെ ലക്ഷ്യമിട്ട് ഇതുപോലുള്ള നുണപ്രചരണങ്ങൾ, ആക്ഷേപങ്ങൾ നിരന്തരമായി അഴിച്ചുവിട്ടിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയും മതനിരപേക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങളെയും അസ്ഥിരീകരിച്ചാലേ RSSകാർക്കും ജമാഅത്തെ ഇസ്ലാമിക്കാർക്കുമൊക്കെ തങ്ങളുടെ അജണ്ടയനുസരിച്ച് ഹിന്ദു ധ്രുവീകരണവും മുസ്ലിം ധ്രുവീകരണവും ഉണ്ടാക്കാൻ കഴിയൂ. RSS പഠിച്ച പണി 18 നോക്കിയിട്ടും ഈ കേരളത്തിൽ RSSും ജമാഅത്തെ ഇസ്ലാമിയും ലക്ഷ്യം വെക്കുന്ന മതാത്മകമായ ഒരു സാമൂഹ്യ ധ്രുവീകരണം, സമുദായ ധ്രുവീകരണം കേരളത്തിൽ സാധ്യമാവില്ല എന്നവർക്കറിയാം. മതാത്മകമായ, സാമുദായികമായ അത്തരത്തിലുള്ള ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളെയും മതനിരപേക്ഷമായ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇവിടെ ജനാധിപത്യ ഇടതുപക്ഷ പാർട്ടികൾ നിരന്തരമായി പ്രതിരോധിക്കുകയാണ്. മതത്തെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യവും അവരുടെ വിശ്വാസവും ആചാരവും ഒക്കെ അനുഷ്ഠിക്കാനുള്ള മൗലികമായ വ്യക്തിയുടെ അവകാശവുമായിട്ടാണ് ഇടതുപക്ഷം കാണുന്നത്. അതിനെതിരെ ഉയർന്നു വരുന്ന എല്ലാ വെല്ലുവിളികളെയും ഈ രാജ്യത്ത് സംഘപരിവാർ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട്, അവരുടെ ആരാധനാലയങ്ങൾക്കെതിരായിട്ട് ഉയർത്തുന്ന എല്ലാ വെല്ലുവിളികളെയും അതിശക്തമായി പ്രതിരോധിക്കുന്നത് ഇടതുപക്ഷമാണ്. അപ്പോൾ കേരളം പോലൊരു സമൂഹത്തിനകത്ത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രപരമായ സ്വാധീനം, മതനിരപേക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്കുള്ള സ്വാധീനം, അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ അത്ര എളുപ്പമല്ല ഹിന്ദുത്വവാദികൾക്ക് സാമുദായികമായ ഭൂരിപക്ഷ മത ധ്രുവീകരണം ഉണ്ടാക്കാൻ. അതേപോലെ തന്നെ മുസ്ലിം സമുദായവാദികൾക്ക്, മുസ്ലിം വർഗീയവാദികൾക്ക് അത്ര എളുപ്പമല്ല കേരളത്തിൽ സാമുദായികമായൊരു ധ്രുവീകരണം ഉണ്ടാക്കാൻ. പക്ഷേ ഓരോ വിഷയത്തെയും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിച്ചും വിശദീകരിച്ചും മതപരമായ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള
അത്യന്തം അപകടകരമായ ഒരു പോസ്റ്റ് മോഡേൺ ഡീകൺസഷൻ, ഒരു അപനിർമ്മാണ പ്രവർത്തനമാണ് ഇവിടെ ജമാഅത്തെ പ്രചാരകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ ഈ പ്രചാരണത്തെ ഗൗരവപൂർവ്വം കാരണം കഴിഞ്ഞ 10 വർഷക്കാലം ഇന്ത്യയിൽ സംഘപരിവാർ ദേശീയ അധികാരത്തിരിക്കുന്ന ഇന്ത്യയിൽ നിരവധി മതപരമായ പ്രശ്നങ്ങളുടെ പേരിൽ കലാപങ്ങളുണ്ടായി, വർഗീയമായ ആക്രമണങ്ങളുണ്ടായി, ഭക്ഷണത്തിൻ്റെയും പ്രണയത്തിൻ്റെയും വസ്ത്രത്തിൻ്റെയും ഒക്കെ പേരിൽ വലിയ കലാപങ്ങളുണ്ടായി. എന്നാൽ 10 വർഷക്കാലത്തെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് റിപ്പോർട്ട് പരിശോധിച്ചാൽ മതപരമായ സ്പർദ്ധയോ കലാപങ്ങളോ ഉണ്ടാവാത്ത, വർഗീയ കലാപങ്ങൾ ഉണ്ടാകാത്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ മതപരമായ വർഗീയമായ കലാപങ്ങൾ സാധ്യമല്ലാത്തത് ഇടതുപക്ഷം ഇടപെടുന്നത് കൊണ്ടാണ്, ഇടതുപക്ഷം ഭരിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെയുള്ള കേരളീയ സമൂഹത്തിൽ എല്ലാ വർഗീയവാദികളും മതരാഷ്ട്രവാദികളും സാമുദായികമായ മതപരമായ ധ്രുവീകരണമാണ് ആഗ്രഹിക്കുന്നത്. ആ ധ്രുവീകരണത്തിന് അവർക്ക് ആവശ്യമായിട്ടുള്ളത് എന്താണ്? കലാപങ്ങളും സംഘർഷങ്ങളുമാണ്. ആ കലാപങ്ങളുടെയും സംഘർഷങ്ങളുടേതുമായ ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ, ഈ കേരളീയ സമൂഹത്തെ എങ്ങനെ തള്ളിവിടാം എന്നാണ് ഹിന്ദുത്വവാദികളെപ്പോലെ തന്നെ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളും ചിന്തിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ ഇടതുപക്ഷ വിരോധം CPM ഉൾപ്പെടെയുള്ള പാർട്ടികളെ ഇസ്ലാമോഫോബിയ ബാധിച്ചവരായി ചാപ്പയടിക്കാനുള്ളൊരു ശ്രമം, അതെല്ലാം തന്നെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ മതരാഷ്ട്രവാദികൾ, അത് ഹിന്ദു മതരാഷ്ട്രവാദികളായാലും മുസ്ലിം മതരാഷ്ട്രവാദികളായാലും, ഇവർ രണ്ടുപേരും ഒരേ സാമ്പ്രായത്വ മൂലധനത്തിൻ്റെ താല്പര്യമനുസരിച്ച് നമ്മുടേതുപോലുള്ള സമൂഹത്തിൽ അസ്ഥിരീകരണം ഉണ്ടാക്കുന്നവരാണ്. അവരുടെ അജണ്ട വളരെ അപകടകരമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം.